Hello friends, Assalamu alaikum, Namaskaram. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലെ അറബ്സിന്റെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണിത്. മുഹല്ലബി. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ് മുഹല്ലബി. ഇതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് വെച്ചാൽ റോസ് വാട്ടറിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിൽ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളിതിൽ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് ടേസ്റ്റും അതുപോലെ തന്നെ അതിന്റെ സ്മെല്ലും ആയിരിക്കും ഈ ഒരു പുഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുഹല്ലബി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുക്ക് ചെയ്യുന്ന ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം, വെള്ളമൊന്നും ചേർത്തിട്ട് മിൽക്ക് എടുക്കരുത്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ഈ കോൺഫ്ലവറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്കിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ മിൽക്കാണ്. 1/2 ലിറ്റർ മിൽക്ക് എന്ന് പറയുമ്പോൾ 2.5 കപ്പ് മിൽക്കിൻ്റെ അടുത്തുണ്ടാകും. ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മിൽക്ക് 1/2 ലിറ്റർ മിൽക്ക് കുറച്ച് മിൽക്ക് എടുത്തിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിനെ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോൺഫ്ലവർ ചേർത്തിയ കാരണം ഇതിങ്ങനെ തിക്കായി കൊണ്ടിരിക്കും. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്ന വരെ നമുക്കിതിനെ കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അടി പിടിക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. മിൽക്ക് തിളച്ചു വരുന്നതിനോടൊപ്പം നന്നായിട്ട് ഇത് തിക്കാവും. ഈ കോൺഫ്ലവർ ചേർത്തിയ കാരണം ഇതിങ്ങനെ തിക്കായി കൊണ്ടിരിക്കും. നല്ലപോലെ ചൂടായി നല്ലപോലെ തിളച്ച് നല്ല തിക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടറിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് റോസ് വാട്ടർ തന്നെയാണ്. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നല്ല പോലെ ഒരു ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് സെർവിംഗ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് സെറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ഈ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലുള്ള ഐസ്ക്രീം കപ്സ് ആണ് ഞാൻ ഇത് സെർവ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഗ്ലാസ്സിലേക്ക് കൂടി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഇത് കുറച്ച് നേരം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായിട്ട് സെറ്റ് ആവും. നമ്മൾ സാധാരണ പുഡിങ് സെറ്റ് ആവുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടെക്സ്ചറല്ല. എന്നാലും ഒരു സെമി സെറ്റ് ആവുന്നൊരു ടെക്സ്ചറാണ് അതിന്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ടും 3 കപ്പിലും ഇത് ഒഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സിൽ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് കൊണ്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിസ്തയുടെ കൂടെ ബദാം ചോപ്പ് ചെയ്തതും ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അറബിക് ഡിസേർട്ട് ആയിട്ടുള്ള മുഹല്ലബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മിൽക്ക് പുഡിംഗ് ആണിത്. അറബ്സിൻ്റെ മിക്കവാറും എല്ലാ ഒക്കേഷൻസിലും ഉണ്ടാകുന്നൊരു മിൽക്ക് പുഡിംഗ് കൂടിയാണിത്.
ഈ ഒരു മുഹല്ലബി മിൽക്ക് പുഡിങ്ങിൻ്റെ ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ചേർത്തിയിട്ടുള്ള ഈ കോൺഫ്ലവറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റൈസ് ഫ്ലോർ ചേർത്തിയിട്ടും ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ടോപ്പിംഗ്സ് കൂടി ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അതുപോലെ നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറിലല്ല നമുക്കിത് കിട്ടുന്നത്, ഒരു സെമി സെറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അതായത് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത് നല്ലൊരു ക്രീമിയാണ്, നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും. പക്ഷെ നമ്മൾ പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.